സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 118. ദൈവമേ, നിന്റെ വാദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ന്യായവും നീതിയും പ്രവർത്തിക്കുന്നവനെ, എന്നെ ആക്രമിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കരുതേ. നിഗളികൾ എന്നെ ഞെരുക്കാതിരിപ്പാൻ നിന്റെ ദാസനെ നന്മകൾ കൊണ്ട് ആനന്ദിപ്പിക്കണമേ. എൻ്റെ കണ്ണുകൾ നിന്റെ രക്ഷയ്ക്കായും നിന്റെ നീതിയുടെ വചനത്തിനായും കാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ കരുണയിൻ പ്രകാരം ദാസനോട് കൃപ ചെയ്ത് നിന്റെ വേദപ്രമാണം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ നിന്റെ ഭൃത്യനാകുന്നു, നിന്റെ സാക്ഷി ഞാൻ ഗ്രഹിക്കേണ്ടതിന് എനിക്ക് അറിവ് തരണമേ. കർത്താവിനെ ആരാധിപ്പാനുള്ള സമയം ഇതാകുന്നു. കണ്ടാലും അവർ നിന്റെ വേദപ്രമാണം നിഷ്ഫലമാക്കി. ഞാനോ നിന്റെ കൽപ്പനകൾ തങ്കത്തെക്കാളും നല്ല രത്നത്തെക്കാളും അധികം സ്നേഹിച്ചു. നിന്റെ സർവകൽപ്പനകളെയും ഞാൻ സ്നേഹിച്ചു. ദുഷ്ടന്മാരുടെ സർവ മാർഗങ്ങളെയും ഞാൻ ദ്വേഷിച്ചു. നിന്റെ സാക്ഷ്യങ്ങൾ ശ്രേഷ്ഠതരങ്ങളാകൊണ്ട് എൻ്റെ മനസ്സ് അവയെ ആചരിച്ചു. നിന്റെ വചനം തുറന്ന് ശിശുക്കളെ പ്രകാശിപ്പിച്ച് ജ്ഞാനം നൽകണമേ. ഞാൻ എൻ്റെ വായ് തുറന്ന് ശ്വസിച്ച് നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. നാമം ഞാൻ സ്നേഹിച്ചതുകൊണ്ട് എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ ചെയ്യണമേ. അധർമ്മി എൻ്റെ മേൽ അധികാരപ്പെടാതിരിപ്പാൻ നിന്റെ വഴികളിൽ എൻ്റെ നടപ്പിനെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ കൽപ്പനകളെ ആചരിക്കേണ്ടതിന് മനുഷ്യൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നെന്നെ വിടുവിക്കണമേ. നിന്റെ ദാസന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിച്ച് നിന്റെ വേദപ്രമാണം എന്നെ പഠിപ്പിക്കണമേ. അവർ നിന്റെ വേദപ്രമാണം ആചരിക്കായ്ക കൊണ്ട് എൻ്റെ കണ്ണുകൾ ജലനദികൾ ഒഴുക്കി. കർത്താവേ, നീ നീതിമാനാകുന്നു. നിന്റെ വിധികൾ എത്രയും നീരുള്ളവയുമാകുന്നു. നീ നിന്റെ സാക്ഷ്യത്തെ നീതിയോടും വിശ്വസ്തയോടും കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കൾ തിരുവചനം മറന്നതുകൊണ്ട് സദാനേരവും തീഷ്ണത എന്നെ വേദനപ്പെടുത്തുന്നു. തിരുവചനം എത്രയും തിരഞ്ഞെടുക്കപ്പെട്ടതാകുന്നു. നിന്റെ ദാസൻ അതിനെ സ്നേഹിച്ചു. ഞാൻ എളിയവനും നിന്ദിരുമാകുന്നു, എങ്കിലും നിന്റെ കൽപ്പനകളെ മറന്നില്ല. നിന്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു. നിന്റെ വേദപ്രമാണം സത്യവുമാകുന്നു. ഞെരുക്കവും സങ്കടവും എനിക്ക് സംഭവിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ധ്യാനിച്ചു. നിന്റെ സാക്ഷി എപ്പോഴും നീതിയുള്ളതാകുന്നു. എനിക്ക് ബുദ്ധി തരണമേ, ഞാൻ ജീവിക്കട്ടെ. കർത്താവേ, ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ വിളിച്ചു. നിന്റെ പ്രമാണങ്ങൾ ആചരിക്കേണ്ടതിന് എന്നോട് ഉത്തരമരുളണമേ. ഞാൻ നിന്നെ വിളിച്ചു. ഞാൻ നിന്റെ സാക്ഷ്യത്തെ ആചരിക്കേണ്ടതിന് എന്നെ രക്ഷിക്കണമേ. ഞാൻ പുലർകാലം എഴുന്നേറ്റ് നിന്നെ വിളിച്ചു. നിന്റെ തിരുവചനത്തിനായി കാത്തിരിക്കുന്നു. ഞാൻ തിരുവചനത്തെ കുറിച്ച് ധ്യാനിക്കേണ്ടതിന് രാത്രിയാമങ്ങളെ മുൻകൂട്ടി നോക്കിക്കൊണ്ടിരുന്നു. കർത്താവേ, നിന്റെ കരുണയിൻ പ്രകാരം എൻ്റെ ശബ്ദം കേൾക്കണമേ. നിന്റെ വിധികളാൽ എന്നെ ജീവിപ്പിക്കണമേ. അന്യായമായി എന്നെ പീഡിപ്പിക്കുന്നവർ എനിക്ക് സമീപമായിരിക്കുന്നു. അവർ നിന്റെ വേദപ്രമാണത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. കർത്താവേ, നീ സമീപമായിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം സത്യമുള്ളവയാകുന്നു. നിന്റെ വചനത്തെ കുറിച്ച് ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണുകൾ യാപങ്ങളെ മുൻകൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പണ്ടേ തന്നെ നിന്റെ സാക്ഷ്യത്തെ അറിഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ നീ ആദ്യം മുതൽ അതിനെ സ്നേഹിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.